RV ബാബു, IS റിക്രൂട്ട്മെന്റ്, വാഗമൺ, പാനായിക്കുളം, കനകമല അങ്ങനെയുള്ള നിരവധി ക്യാമ്പുകൾ, അതുപോലെ കൊല്ലം കോടതി വളപ്പിലെ ബോംബ് സ്ഫോടനം, കളമശ്ശേരി ബസ് കത്തിക്കൽ, ജോസഫ് മാഷിൻ്റെ കൈവിട്ട്, അടിക്കടിയുള്ള കൊലപാതകങ്ങൾ, ഈ PFIയുടെ പഴയ രൂപമായ NDFൻ്റെ ആവിർഭാവം തൊട്ട് ഇങ്ങോട്ട് നമ്മൾ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, നക്സലിസത്തിൻ്റെ അടിവേരെറുക്കാൻ നമുക്ക് സാധിച്ചു. എന്തുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ അടിവേരെറുക്കാൻ അതിനുള്ളൊരു ശ്രമം പോലും, ചെറുവിരൽ പോലും അനക്കുന്നില്ലല്ലോ? നമ്പ്യാരെ, നക്സലിസത്തിന് ജനപിന്തുണ ഉണ്ടായിരുന്നില്ല. നക്സലൈറ്റുകാർ ഒറ്റപ്പെട്ട ഒരു വിപ്ലവം എന്നുള്ള നിലയ്ക്ക് ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തി. അവർക്ക് ജനങ്ങളുടെ ഒരു പിന്തുണ നേടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ ഒതുക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ സാധിച്ചു. ഇസ്ലാമിക തീവ്രവാദത്തിന് ഇന്ത്യയിൽ വലിയ പിന്തുണയുണ്ട് എന്ന്, ആഗോള പിന്തുണയുണ്ട് അതിന്. ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദത്തിനെ വളർത്തുന്നത് ആരാണ്? ഇപ്പോൾ നമ്മൾ സിറിയ, ലെബനൻ, ജോർദാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ, ഇറാൻ, ഇറാഖ്, ഇതെല്ലാം തീവ്രവാദത്തിനെ കൈയയച്ച് സഹായിക്കുന്നവരാണ്. ഇപ്പോൾ ഖത്തറിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല കാര്യത്തിൽ. എന്നാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ UAE പോലുള്ള, ഇപ്പോൾ സൗദി അറേബ്യ പോലും അതിൽ നിന്നും വേറിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയുള്ള രാജ്യങ്ങൾ മോഡറേറ്റായിട്ട് ചിന്തിച്ച് കൊണ്ട് മുന്നോട്ട് വരുന്ന ചില മുസ്ലിം രാജ്യങ്ങളുണ്ട്. നമ്മളത് കണ്ണടച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഭൂരിപക്ഷം രാജ്യങ്ങളും, മുസ്ലിം രാജ്യങ്ങളും ഈ പറയുന്ന തീവ്രവാദത്തിനെ കൈയയച്ച് സഹായിക്കുമ്പോൾ നമുക്ക് നക്സലിസത്തെ അടിച്ചമർത്തിയ പോലെ എളുപ്പത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തെ അടിച്ചമർത്താൻ സാധ്യമല്ല. കാരണം ഒരു വലിയ അതിൻ്റേതായിട്ടുള്ള ഫണ്ടിങ് ഉണ്ട്, പിന്തുണയുണ്ട്, രാജ്യാന്തര ശക്തികളുടെ എല്ലാവിധ സഹായവും ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ പെർസ്പെക്റ്റീവിൽ വേണം നമ്മൾ ഇസ്ലാമിക തീവ്രവാദത്തെ കാണാനായിട്ട്. നമുക്ക് നമ്മുടെ രാജ്യത്ത് അതെങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് ആദ്യം പോകേണ്ടത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ, ആരിഫും ബാലകൃഷ്ണൻ സാറും പറഞ്ഞ പോലെ, ഇവിടെ അടിസ്ഥാനപരമായി തീവ്രവാദത്തിലേക്ക് ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ആശയം, ആ ആശയത്തിനെ ചെറുപ്പത്തിലെ തന്നെ അവരുടെ ഉള്ളിലേക്ക് പകർത്തുന്നത് എവിടെയാണ്? അത് നമ്മൾ മോണിറ്റർ ചെയ്യാൻ തയ്യാറുണ്ടോ? നമുക്കറിയാം, മദ്രസ വിദ്യാഭ്യാസം ശക്തമായിട്ട് മോണിറ്റർ ചെയ്യപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായം നമ്മുടെ നാട്ടിൽ എത്രയോ കാലങ്ങളായിട്ട് പല പ്രമുഖരായിട്ടുള്ള ആളുകളും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം മദ്രസ വിദ്യാഭ്യാസത്തിലൂടെയാണ് ഈ പറയുന്ന ചെറുപ്പക്കാർ തീവ്രവാദത്തിലേക്ക് എത്തുന്നത് എന്ന് അതിനെ ഞാൻ വെറുതെ കാടടച്ച് വെടിവെക്കുകയല്ല. ഞാനിവിടെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നേതൃത്വം കൊടുത്തുകൊണ്ട് നടപ്പാക്കിയ ഒരു പദ്ധതി ഉണ്ടായിരുന്നു കേരളത്തിൽ. ശ്രീ ബാലകൃഷ്ണൻ സാറിന് ഓർമ്മയുണ്ടാവും, ഓപ്പറേഷൻ PGN എന്ന ആ പദ്ധതി എന്തിനു വേണ്ടിയായിരുന്നു? ഓപ്പറേഷൻ PGN എന്ന പദ്ധതി എന്തിനായിരുന്നു? അതായത് മദ്രസകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെറുപ്പക്കാരെ തീവ്രവാദത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. IG ആയിരുന്ന മുഹമ്മദ് യാസിനായിരുന്നു അതിൻ്റെ തലവൻ കേരളത്തിൽ. അക്കാര്യം പിണറായി വിജയൻ പിന്നീട് ഈ കഴിഞ്ഞ 2 വർഷം മുൻപ് പത്രസമ്മേളനത്തിൽ പരസ്യമായിട്ട് പറയുകയും ചെയ്തു. അതിലൂടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്ത് പറഞ്ഞത് 700-ഓളം ചെറുപ്പക്കാര് തീവ്രവാദ പരിശീലനം കിട്ടുന്നതിന് വേണ്ടി ISൽ ചേരുന്നതിനോ അല്ലെങ്കിൽ തീവ്രവാദ ക്യാമ്പുകളിൽ പോകുന്നതിനോ തീവ്രവാദ സംഘടനകൾ ജോയിൻ ചെയ്യുന്നതിനോ ഒക്കെ തയ്യാറായി നിന്ന ചെറുപ്പക്കാരെ ഞങ്ങൾക്ക് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ്. എന്ന് വെച്ചാൽ അവര് പോലീസ് ഫോക്കസ് ചെയ്ത് എവിടെയാണ്? മദ്രസകളിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളത് വായിച്ചെടുക്കേണ്ടത് എന്താണ്? മദ്രസകളിലൂടെയാണ് തീവ്രവാദത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എന്ന് തന്നെയാണ്. ഈ കാര്യം നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് മദ്രസകൾ ശക്തമായ നിരീക്ഷണത്തിന് വിധേയമാകണം. മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്താണ്? ഇപ്പം നോക്കൂ, നമ്മുടെ ഈ ജനറൽ വിദ്യാഭ്യാസത്തിൽ പോലും അങ്ങനെ പഠിപ്പിക്കാൻ അവസരം കിട്ടിയപ്പോൾ എന്ത് പഠിപ്പിച്ചു എന്നുള്ളത് നമുക്ക് ചക്കരപ്പറമ്പിലെ പീസ് ഇന്റർനാഷണൽ സ്കൂളിലെ സംഭവം നമ്മുടെ ഓർമ്മയിലുണ്ട്. 2ാം ക്ലാസ്സിലെ കുട്ടിയോട് എന്താണ് പഠിപ്പിച്ചത്? 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് ആക്ടിവിറ്റി എന്ന ഭാഗത്തിൽ കൊടുത്തത്, നിങ്ങളുടെ സഹപാഠികളെ മതം മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറയേണ്ടത് എന്തൊക്കെയാണ്, അവരോട് എന്താണ് ആദ്യം ഉപേക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതിത്തരാൻ പറയുകയാണ്. അപ്പൊ നോക്കൂ, കുട്ടികളിൽ ഇങ്ങനെ മതവിദ്വേഷവും മതാന്ധതയും മതഭ്രാന്തും ചെറുപ്പത്തിലെ തന്നെ കുത്തിവെക്കുന്ന സമ്പ്രദായം, അത് നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും? അവിടെയാണ് യഥാർത്ഥത്തിൽ
നമ്മൾ കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. അതെ, ചെറുപ്പം 18, 19, 20 വയസ്സായി അവർ തീവ്രവാദ സംഘടനകളിൽ ചാവേറുകളായി മാറിക്കഴിഞ്ഞിട്ടുള്ള ശുശ്രൂഷയല്ല ആവശ്യം. കതിരിൽ വളം വയ്ക്കാതെ യഥാർത്ഥത്തിൽ ചെറുപ്പത്തിലെ തന്നെ, അതായത് ബാല്യത്തിൽ തന്നെ ആ കുട്ടികൾക്ക് കിട്ടുന്ന പഠനം എന്താണ്, മതവിദ്യാഭ്യാസം എന്താണ്, അവരെന്തു പഠിക്കുന്നു, അതിനെ ഈ ഉസ്താദുമാര് ചില നടത്തുന്ന പ്രസംഗങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അത്തരം പ്രസംഗങ്ങൾക്ക് ഉടനെ തന്നെ 153A അനുസരിച്ച് കേസെടുക്കേണ്ട പ്രസംഗങ്ങളാണ്. അതെ, ഏതെങ്കിലും തരത്തിൽ അവരെ പ്രതികളാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ അവരെ കേസെടുത്തിട്ടുണ്ടോ? അപ്പോൾ ഇതൊക്കെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നു, പോലീസ് കണ്ടില്ലെന്ന് നടിക്കുന്നു, അതിനു വേണ്ട എല്ലാ വളവും വെച്ച് കൊടുക്കുന്നു. അതൊക്കെ ന്യൂനപക്ഷ അവകാശത്തിന്റെ പട്ടികയിൽപ്പെടുത്തി എല്ലാവിധ സംരക്ഷണവും കൊടുക്കുന്നു. അത് ചോദ്യം ചെയ്യുന്നവരെ വർഗീയവാദികളോ അല്ലെങ്കിൽ സംഘികളോ ആക്കിയിട്ട് അവരെ ചാപ്പ കുത്തുന്നു, ചോദ്യം ചെയ്യുന്നവർക്കെതിരെ കേസെടുക്കുന്നു. ഇപ്പോൾ ഹലാൽ പോലുള്ള വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ഗൗരവമായിട്ട് നമ്മുടെ രാഷ്ട്രീയ മാധ്യമങ്ങളും പൊതുജന സമൂഹവും ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഉസ്താദുമാരെ കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മുസ്ലിങ്ങളിലെ ഈ വിഷയം തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, ആ സമുദായത്തിൽ നിന്നാണ്. അതെ, മാധ്യമങ്ങൾ എടുക്കുന്നില്ല. ഇപ്പോ മാധ്യമങ്ങളുടെ പ്രയോറിറ്റി എന്താണ്? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ പാലസ്തീൻ ചർച്ച ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഹമാസിനെയും അതേപോലെ ഹിസ്ബുള്ളയും ഒക്കെ വെള്ളപൂശുന്നത്? അപ്പൊ ഇതൊക്കെ വളരെ ആസൂത്രിതമാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, നമ്മൾ ഈ വിഷയത്തെ കാണുമ്പോൾ ഈ അതിന്റെ യഥാർത്ഥ ചികിത്സ വേണ്ടത് എപ്പോഴാണോ അവിടെ പിടിക്കാനായിട്ട് ആർക്കാണ് ധൈര്യമുള്ളത്, ആർക്ക് കഴിയും, ആര് പൂച്ചയ്ക്കും മണി കെട്ടും എന്നുള്ളതാണ്. തീർച്ചയായും പൂച്ചയ്ക്ക് മണി കെട്ടാൻ ധൈര്യമുള്ളത് ആർക്കാണ്? ഇവിടെ ആ നിലയ്ക്കുള്ള ചില സമീപനങ്ങൾ എടുക്കുമ്പോൾ അതിനെയൊക്കെ ശക്തമായി എതിർത്ത് ഇപ്പോൾ CAA നിയമം കൊണ്ടുവന്നു. CAA നമുക്കറിയാം, അത് മുസ്ലിം വിരുദ്ധമായ ഒരു നിയമമല്ല, മുസ്ലിം വിരുദ്ധമായ നിയമമാണ് എന്നൊരു നരേറ്റീവ് സൃഷ്ടിച്ച് മുസ്ലിങ്ങളെ മുഴുവൻ തെരുവിലിറക്കി കലാപത്തിന് പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ മറുഭാഗത്ത് ഹിന്ദുക്കളെയോ ഒക്കെ കടുത്ത ശത്രുക്കളാക്കി ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് അവർക്ക് ഞങ്ങളുടെ കടകളിൽ നിന്ന് പോലും ഒന്നും കൊടുക്കില്ല എന്ന് ബോർഡ് എഴുതി വെച്ചു CAA പ്രക്ഷോഭകാലത്ത്. അത് BJP-ക്കാരുടെ പേരിലാണെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഇതെല്ലാം അങ്ങനെ ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചെടുക്കുന്നതിൽ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ സംഘടനകളും വഹിച്ച പങ്ക് വളരെ വളരെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന പങ്കാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മുസ്ലിം സംഘടന നേതൃത്വം, മുസ്ലിം മത നേതൃത്വം ഈ വിഷയത്തിൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് വന്നില്ലെങ്കിൽ യാതൊരു സംശയവുമില്ല, പൂച്ച അതിൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ തിന്നുന്ന പോലെ ഈ തീവ്രവാദം ഒടുവിൽ അതിൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ തന്നെ ഭക്ഷിക്കാൻ തുടങ്ങും. ലോകം മുഴുവൻ അതിന് സാക്ഷിയാണ്. ഇപ്പൊ നമ്മൾ നോക്കൂ, മുസ്ലിങ്ങൾ തമ്മിലുള്ള സംഘർഷം, അതിൽ കൊല്ലപ്പെടുന്നവർ എത്ര പേരാണ്? അതിന്റെ കണക്കാരുടെയും കയ്യിലുണ്ടോ? അമുസ്ലിം സംഘർഷത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു, മുസ്ലിങ്ങൾക്കുള്ളിലുള്ള സംഘർഷമോ? അപ്പൊ ഇതിന്റെയൊക്കെ കാരണം എന്താണ്? ഈ 1500 വർഷം മുമ്പുള്ള ഈ പ്രാകൃതമായ ഗോത്രവർഗ സംസ്കാരത്തിന്റെ, അല്ലെങ്കിൽ ഗോത്രവർഗത്തിൽ നിലനിന്നിരുന്ന മതവിശ്വാസത്തെ അതേപടി ഈ 1500 വർഷത്തിന് ശേഷം ആധുനിക നൂറ്റാണ്ടിൽ പറിച്ചു നടാനുള്ള ഈ തരത്തിലുള്ള കാടൻ ചിന്ത, പ്രാകൃത ചിന്ത, ആ പ്രാകൃത ചിന്തയ്ക്ക് എവിടെയാണ് നമുക്ക് കൂച്ചുവിലടങ്ങാൻ സാധിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അത് അഡ്രസ്സ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ വിഷയത്തെ പരിഹരിക്കാൻ കഴിയൂ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, അവരുടെ ഭാഷ തന്നെ കടമെടുക്കുകയാണെങ്കിൽ വിസ്മയം ജനിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്ത് വരുന്നത്. NIA റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം അതുതന്നെയാണ്. മുസ്ലിം തീവ്രവാദത്തെ, ഇസ്ലാമിക തീവ്രവാദത്തെ പ്രത്യക്ഷമായും പരോക്ഷമായും പ്രോത്സാഹിപ്പിക്കുന്നവർ സ്വയം ചിന്തിക്കുക, ഇരിക്കുന്ന കൊമ്പ് മുറിക്കണോ എന്ന്.